ഫെരൂഡ് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജ്യോതിർ ഘോഷ് ആണ്. സാർ സ്വാഗതം. നമസ്കാരം, സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ജനവിധി ഇനി പുറത്തേക്ക് വരേണ്ട താമസമേ ഉള്ളൂ. പ്രധാനമായി എനിക്ക് തോന്നുന്നു കേരളവും ബംഗാളും ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഫലമാണ് കാത്തിരിക്കുന്നത്. കാരണം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാവി നിർണയിക്കപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവിൽ ഇതിനെ രണ്ടിനെയും വിലയിരുത്തുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം ഇനി രാജ്യത്ത് അവശേഷിക്കുന്ന ഏക തുരുത്താണ്. ഇപ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ അതിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ബംഗാളില് ഇടതുപക്ഷം നേരത്തെ ഇല്ലാണ്ടായി, പക്ഷെ അവിടെ BJPക്ക് വളർന്നു വരാനുള്ള വലിയൊരു സാധ്യതയുമുണ്ട്. ഇപ്പൊ പൊതുവിൽ വിലയിരുത്തുമ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസക്തി കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് സാർ പൊതുവിൽ വിലയിരുത്തുന്നത്? അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞിട്ടില്ല. 29-ാം തീയതിയാണ് ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുക. അപ്പൊ അതുകൂടെ കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് 4-ാം തീയതി നമുക്കത് അറിയാൻ കഴിയുള്ളൂ. അപ്പോ ബംഗാളിലെ ഇതിനകത്ത് ഇപ്പൊ കേരളത്തിന്റെയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇതിപ്പോ നമ്മളുടെ ഈ നിലവിലുള്ള ഒരു പോളിംഗ് മൂഡ് കണക്കിലെടുത്ത് നോക്കുമ്പോൾ UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കേരളത്തിൽ കാണുന്നുണ്ട്. വിശേഷിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ഇനി ചെറിയ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും UDF അധികാരത്തിൽ വരാമെന്നുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല അന്ന് പോളിംഗ് ദിവസം ജനങ്ങളിൽ കണ്ട ഒരു ആവേശവും അതിനെ സാധൂകരിക്കുന്നതായിരുന്നു. ബംഗാളിലെയാണ്. അപ്പൊ അങ്ങനെ കേരളത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെയും ബംഗാളിലെയും ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് CPM അല്ലെങ്കിൽ LDF നഷ്ടപ്പെടുകയാണെങ്കിൽ ബംഗാളിനോടൊപ്പം ഇന്ത്യയില് കേരളത്തിലും CPM ഭരണം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പൊതു സാഹചര്യം ഉണ്ടാവും. അത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ബംഗാളിന്റെ പാതയിലേക്ക് കേരളവും പോകുന്നതിന്റെ സൂചന കിട്ടും. ഇനി ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാല് ബംഗാളിൽ അതിശക്തമായ ഒരു പോരാട്ടമാണ്. മമതാ ബാനർജി കഴിഞ്ഞ 2011 ശേഷം നേരിടുന്ന ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അപ്പോ ഇപ്പോഴും BJPയും തൃണമൂലും തമ്മിൽ ഒരു 10% വ്യത്യാസമുണ്ട് വോട്ടിങ്ങില്. പക്ഷെ നമ്മൾ 2011 തൊട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് BJPയുടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജമ്പിന്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ കാണുന്നത് 2011 BJPക്ക് 4% വോട്ടായിരുന്നു ബംഗാളിൽ കിട്ടിയത്. 2016 ആയപ്പോഴത്തേക്കാണ്ട് 19.2% അടുത്ത് വോട്ടിംഗ് ശതമാനം കിട്ടി. അത് 2021 ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 30% വോട്ടിംഗ് പെർസെന്റേജ് അല്ലെങ്കിൽ വോട്ട് ശതമാനം ഈ BJPക്ക് കിട്ടിയുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 10% ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ BJPയുടെ ഈ ഒരു ജമ്പിങ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലായതുകൊണ്ടും അതേപോലെ തന്നെ മമതയുടെ വോട്ട് ബാങ്ക് 2 വോട്ട് ബാങ്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സ്ത്രീകളാണ്, മറ്റൊന്ന് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷമാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ഈ SIR വന്നതോടുകൂടി ഏതാണ്ട് ആദ്യം 90 ലക്ഷം വോട്ടായിരുന്നു പുറത്തേക്ക് പോകേണ്ടിയിരുന്നത്. പിന്നെ വീണ്ടും ട്രിബ്യൂണൽ 7 ലക്ഷം വോട്ടുകൾ വീണ്ടും അത് വോട്ടർ പട്ടികയിൽ ചേർക്കുകയുണ്ടായി. അപ്പൊ ഏകദേശം ഒരു 82 ലക്ഷം വോട്ട് ഇപ്രാവശ്യം അത് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിനകത്ത് നല്ലൊരു ശതമാനം വോട്ട് മമതയ്ക്ക് കിട്ടേണ്ടതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ വോട്ടായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും വലിയൊരു ഒരു സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. അതും വലിയൊരു വെല്ലുവിളി നേരിടുക. കാരണം IG കൗർ മെഡിക്കൽ കോളേജിലെ ഒരു ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കേസും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളും ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തൊക്കെ വളരെയധികം മമതാ ബാനർജിക്ക് ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഏൽക്കേണ്ടി വന്നൊരു സാധനമാണ്. മാത്രമല്ല IG കൗർ സംഭവത്തില് അതേപോലെ തന്നെ തുടർന്ന് വന്നിട്ട് പിന്നീട് വന്ന സന്ദേശ് ഖാലി ഇൻസിഡന്റ്, ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത് സംബന്ധിച്ചിട്ട് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ BJPയുടെ നേതാവും MLA ഒക്കെ ആയ ഷാനവാസ് ഖാനാണ്.
അപ്പോ ഇതെല്ലാം ഇതിനകത്ത് ഈ ഐ.ജി. കൗറിന്റെയും അതുപോലെ ഐ.ജി. കൗറിന്റെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ അമ്മ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അതേപോലെ തന്നെ ഈ സന്ദേശ് കാലി പെൺകുട്ടിയുടെ ബന്ധു അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ സ്ത്രീ വോട്ടർമാരുടെ, സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള ഒരു നറേറ്റീവ് വളരെ ശക്തമായ രീതിയിൽ BJPക്ക് അത് അടിച്ചുറപ്പിക്കാനായിട്ട് ഇതുവരെ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ സംവരണ BJP ബില്ലും ചർച്ചയായിട്ടുണ്ടാവില്ല? വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള പ്രചാരണവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും BJPയുടെ ഭാഗത്ത്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാര്യം അതാണ് പറഞ്ഞത്, BJPയുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയുടെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് ലഭ്യമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സംഭവങ്ങൾ, പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഐ.ജി. കൗർ സംഭവങ്ങൾ, സന്ദേശ് കാലി, ഈ 2 സംഭവങ്ങളാണ് ഇവർ ഇതിനെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഈ പറഞ്ഞ പോലെ ഈ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് BJP കൊണ്ടുവന്നതിനെ പരാജയപ്പെടുത്തിയത്, അത് അതിഗംഭീരമായിട്ടും BJP അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗമൊക്കെ നമ്മളെല്ലാം ഇപ്പം ഇപ്പോഴും അതിന്റെ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. അത് സംശയമൊന്നുമില്ല. അത് ബംഗാൾ ഇലക്ഷനും നമ്മുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോദി ആ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അത് രാഷ്ട്രത്തിനെ അഭിസംബോധന അത്തരത്തിലുള്ള ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉചിതമായ ഒരു രീതി ആയിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പൊ അതും എല്ലാം കൂടെ ഒരു അന്തരീക്ഷം സൃഷ്ടി. മാത്രമല്ല, അമിത്ഷായും പ്രധാനമന്ത്രിയും അവര് പരമാവധി സമയവും പരമാവധി അധ്വാനവും ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവര് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഗുണ്ടാരാജാണ്. അതായത് ഈ ബംഗാളിലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അതിനെ ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസി മോഡലിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അക്കാഡമിക് രംഗങ്ങളിലൊക്കെ പറയുന്നത്. ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബ്രാൻഡ്, ഈ ബ്രാൻഡ് ഒരു പ്രാദേശിക ഗുണ്ടാത്തലവന് കൊടുക്കുന്നു. അദ്ദേഹം പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നു. തിരിച്ച് ഈ പാർലമെന്റിലേക്കും അതല്ലെങ്കിൽ നിയമസഭയിലേക്കോ ആളിനെ അയക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ഈ പ്രാദേശിക ഈ സംഘത്തലവന് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന്റെ സേനകളെയും അല്ലെങ്കിൽ ഈ മസിൽമെന്നെയൊക്കെ ഉപയോഗിക്കുകയും അതേപോലെ എന്തും ഈ പൂർണ്ണ അധികാരത്തിലേക്ക്, ഈ സംഘത്തലവന്റെ പൂർണ്ണ അധികാരത്തിലേക്ക് ആ പ്രദേശം വരികയാണ് ചെയ്യുന്നത്. മമതാ ബാനർജിക്ക് ഒറ്റ റിക്വയർമെന്റേ ഉള്ളൂ, ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കുക. ബാക്കിയെല്ലാം ഈ ഫ്രാഞ്ചൈസി ഉടമയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞ പോലെ ഈ ഷാനവാസ് ഖാനൊക്കെ അതിന്റെ ഉദാഹരണമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഗുണ്ടാരാജ് ബംഗാളില് അതിശക്തമായിട്ട്, അതിപ്പോ ഈ കഴിഞ്ഞ ഫസ്റ്റ് 23-ാം തീയതിയിലത്തെ ആദ്യ പോളിംഗ് ദിവസം തന്നെ നമ്മൾ കണ്ടത് സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് തല്ലുന്നു. അതേപോലെ തന്നെ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ എടുത്തുകൊണ്ട് TMCയുടെ പ്രവർത്തകർ ഓടുന്നു. വ്യാപകമായ മർദ്ദനങ്ങള്, അക്രമങ്ങള് ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസിന് ഒരു പരാജയ ഭീതി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മമതാ ബാനർജിയുടെ ഈ അമിതമായിട്ടുള്ള ഈ ഒരു ആശങ്കയുടെ പ്രകടനം പോലും തങ്ങളുടെ കാലിന്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിവായിട്ട് വേണം നമുക്ക് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോ അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം, അതും വളരെ ശക്തമായിട്ട് BJP ഉപയോഗിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ പോളറൈസേഷൻ, വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് അത് ഗണ്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിയൊക്കെ അവിടെ വന്ന് പ്രസംഗിച്ചത്, ഈ ഒരു വിഭാഗം ആൾക്കാർ ബാഗുകളൊക്കെ തയ്യാറാക്കി വെച്ചോളൂ, 4-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ജീവനം കൊണ്ട് ഓടിപ്പോകാം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതൊക്കെ ഈ 2 ഘടകങ്ങളാണ് ഗംഭീരമായിട്ട് BJP കൂട്ടത്തില് ഒരു കാര്യം കൂടി, അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻകാലങ്ങളിൽ വലിയ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ അവിടെ ഒരു പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം മുതലാക്കാൻ നിലവിൽ അവിടുത്തെ സംവിധാനം വെച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കത്തില്ല. കാരണം 2011 30% വോട്ടുണ്ടായിരുന്ന LDF വിശേഷം CPM ഇപ്പൊ എത്തി നിൽക്കുന്നത് 4% വോട്ടിലാണ്. 2021 4% വോട്ടാണ് LDFന് കിട്ടിയത്. കഴിഞ്ഞ ദിവസം
MA ബേബി പോലും നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുകയാണ്. അതായത് നമ്മുടെ മാപ്പ് പറഞ്ഞു. ഇനി അദ്ദേഹം സ്വപ്നം കാണുകയാണ്, ഞങ്ങൾ ഇനി ചെറിയ അല്ലറയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഇനി ഞങ്ങൾ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പോലും. അത് തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ്. അതിന്റെ അർത്ഥം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 4% സീറ്റ് വോട്ടിംഗ് പെർസെന്റേജ് പോലും CPM-നോ അതല്ലെങ്കിൽ LDF-നോ അവിടെ കിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. സാർ, അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ ബംഗാളിൽ ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമാം വിധം CPM വളരെ പിന്നോക്കം പോയി കഴിഞ്ഞു. അപ്പൊ കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ബംഗാളിലേതിന് സമാനമായി ജനകീയ അടിത്തറ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? അതായത് ബംഗാളിലേതിന് സമാനം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ബംഗാളിലെ 2011 തൊട്ടാണ് ഈ പിന്നെ ജ്യോതിബസിന്റെ ഭരണം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ ബുദ്ധദേവ് വരുന്നു. അതിനുശേഷം ഈ 2011 TMC അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് 30% ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഒരു അവസ്ഥയിലേക്ക് കേരളവും പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ CPM ഈ കേരളത്തിനെയും ബംഗാളിനെയും നമുക്ക് ഒരേ തുലാസിൽ വെച്ചിട്ട് കാണാനും പറ്റത്തില്ല. രണ്ട് സംസ്കാരങ്ങളാണ്. മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ ഒരു ജനവിഭാഗത്തിന്റെ നിലയല്ല ബംഗാളിലേത്. ഇപ്പൊ നമ്മളിവിടെ എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമുക്കിവിടെ ഈ പോളിംഗ് നടന്നു. കണ്ണൂരിൽ ചില അക്രമങ്ങളൊക്കെ ഈ പോളിംഗിന് ശേഷം ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സമാധാനപരമായ ഒരു പോളിംഗ് നടക്കുകയും, നമ്മുടെ കേരളത്തിൽ ഒരു കാരണവശാലും കണ്ണൂരൊക്കെ ഒന്ന് മാറ്റി നിർത്തുക, എന്നിട്ട് ബാക്കി കേരളത്തിൽ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പൊ കണ്ണൂരിലും കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കാറില്ല എങ്കിലും ചെറിയ രീതിയിൽ അക്രമം നടക്കുന്ന കണ്ണൂർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരു പോലീസ് തന്നെ കാഴ്ചക്കാർ പോലെ അവിടെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നമ്മളിവിടുന്ന് വെട്ടിയെടുത്തുകൊണ്ട് ഓടുകയോ അങ്ങനെയുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുകയോ ബൂത്ത് പിടിച്ചടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു പോളിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ അർത്ഥം കേരളത്തിന്റെ ജനതയിലുള്ള ഒരു മാറ്റമുണ്ട്. അപ്പൊ അത് ബംഗാളിലെ ജനങ്ങളും ഇവിടുത്തെ ജനങ്ങളുമായിട്ട് നമുക്കൊരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ബംഗാളിന്റെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് നോക്കിയാൽ മതി. കാരണം ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരാളിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കൊരു ഒരു ലേബറിനെ വിളിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്, മലയാളി പറയുക, ഒരു ബംഗാളി വിളിച്ചോണ്ടിരുന്ന പറയുക. ഏത് സംസ്ഥാനത്തുനിന്ന് ഒന്നാണേലും ബംഗാളിയാണ്. ഇപ്പൊ ഒറീസക്കാരനാണെങ്കിലും നമ്മൾ വിളിക്കുന്നത് ബംഗാളി എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 20 കൊല്ലം കോൺഗ്രസും ഭരിച്ചു, 30 കൊല്ലം CPM ബംഗാൾ ഭരിച്ചു. പക്ഷെ ഇന്ന് ബംഗാളിക്ക് അവന്റെ വീട്ടിൽ തീ പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്ന് ജോലി ചെയ്തിട്ട് വേണം ബംഗാളിലേക്ക് അയച്ചു കൊടുക്കാൻ. അതാണ് ബംഗാളിന്റെ ഒരു അവസ്ഥ. അപ്പൊ അത്തരത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ആട്ടുംപറ്റത്തെ കൊണ്ടുപോകുന്നത് പോലെ പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ അതേപോലെ കേരളത്തിൽ അത്ര എളുപ്പമായിട്ട് സാധ്യമല്ല. പക്ഷെ എങ്കിലും ഇവിടെ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. CPM-ന്റെ അടിയിൽ നിന്ന് BJP-യിലേക്ക് ഒരു ഒഴുക്ക് പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് കൊല്ലത്ത് കണ്ടു എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ കണ്ണൂര് CPM-കാര് മാറിയാൽ പോലും CPM-കാര് മാറാത്ത ഒരു പ്രദേശം കേരളത്തിലുണ്ടെങ്കിൽ അത് കൊല്ലമാണ്. പക്ഷെ കൊല്ലം നഗരസഭയിൽ പോലും എനിക്കൊന്ന് 10-13 സീറ്റ് BJP കരസ്ഥമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇളകാവുന്നതാണ്. കാര്യം കൊല്ലം നഗരത്തിലെ CPM-ന്റെ അണികൾ അത് നല്ലൊരു ശതമാനം ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരിൽ മാറ്റം BJP-ക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റമാണ്. അപ്പൊ അത് കേരളത്തിൽ 5 മുതൽ 15 വരെ സീറ്റ് BJP-ക്ക് പ്രതീക്ഷിക്കാവുന്നതിന് കൃത്യമായ കാരണം അവർക്കുണ്ട്. പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ BJP-ക്ക് ഏറി വന്നാൽ ഒരു 3-4 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും. ഞാൻ അതിൽ കൂടുതലൊന്നും എനിക്ക് കാണാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിലവിലില്ല. ഏറി വന്നാൽ അതല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ ഇതൊരു സംഭവിക്കണം. അപ്പൊ അവർക്ക് പ്രതീക്ഷിക്കാം 10-15 സീറ്റൊക്കെ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ത്രികോണ മത്സരമാണ് ഇപ്പൊ നടന്നത്. അപ്പൊ കേരളത്തിന്റെ പൊളിറ്റിക്സ് മാറുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ്.
അപ്പൊ കേരള ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. കാര്യം ആദ്യമായിട്ട് ഒരു സുശക്തമായ രീതിയിൽ ഒരു ഘടനാപരമായ രീതിയിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കേരളം പ്രവേശിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ BJP ഒരു മേജർ ഫാക്ടറായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. ഉദാഹരണത്തിന് പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ സന്ദർശനം നടത്തി. നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോ അതിനകത്ത് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയോ അതല്ലാത്ത വ്യക്തിയോ ഒക്കെയാണ് ആർക്ക് വേണമെങ്കിലും ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താം. അതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കൃത്യമായ മെസ്സേജ് ഉണ്ട്. കേരളത്തിലെ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ മകനും കുടുംബവും പരസ്യമായി ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെങ്കിൽ CPM അണികളെ, സഖാക്കളെ, നിങ്ങളും ധൈര്യപൂർവ്വം അമ്പലത്തിലേക്ക് പൊക്കോളൂ എന്നാണ് CPM കൊടുക്കുന്ന മെസ്സേജ്. അല്ലാന്ന് പറയാൻ പറ്റൂ. കാരണം ഇന്നിപ്പോ CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇതൊരു ഒരു തന്ത്രമായിരിക്കാം. അതായത് ഇനി ആ ഒരു ഒഴുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പല കമ്മിറ്റികളിലും CPM-നെ കടന്നുകൂടാം. അതോടൊപ്പം തന്നെ ഈ വിലക്കുകളില്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് CPM-കാരാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ പോലും സ്വാഭാവികമായിട്ട് ഈ CPM-കാര് ക്ഷേത്രത്തിൽ പരസ്യമായി പോയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ താമസിയാതെ അവർ BJP-യിലേക്ക് പോയി എത്തിപ്പെടും എന്നുള്ളൊരു സംശയമില്ല. അപ്പോ ഇവിടെ നമുക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയൊരു അപകടമല്ല, ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇനിയൊരു വരുന്ന ദശകങ്ങളിലേക്കൊന്നും കാര്യമായ ഒരു ഗുണപരമായ മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാരണം അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. കാര്യം CPM-നുണ്ടായ കൃത്യമായ അപജയത്തെ ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിലുള്ള വിമത നീക്കം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അല്ല, CPM അതിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ ജീർണതയെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. CPM അത് ജീർണിച്ച് അതിന്റെ ഒരു നാച്ചുറൽ ഡെത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന് എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് ഇപ്പൊ തീർത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം G. സുധാകരനെ പോലുള്ള ഒരാൾ ഇവിടെ പുറത്തു കൊണ്ടു വന്നു. അദ്ദേഹം G. സുധാകരൻ എന്നൊക്കെ പറഞ്ഞാൽ CPM-ന്റെ മുഖമായിരുന്നു, അല്ലെ? അതേപോലെ തന്നെ എത്രയോ തലമുറയൊക്കെ G. സുധാകരൻ വാർത്തെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ TK ഗോവിന്ദൻ തളിപ്പറമ്പില്, ഐഷ പോറ്റി, അതേപോലെ PK ശശി, ഇങ്ങനെ ഒരു നിര അകത്തു നിന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഇത് പിന്നീട് CPM-ന്റെ ഈ പെട്ടെന്ന് ഇത് തകർന്ന് അടിയാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബംഗാളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരുപാട് സംവിധാനങ്ങൾ ഈ CPM-ന്റെ കീഴിലുണ്ട്. ഉദാഹരണത്തിന് സഹകരണ സംഘങ്ങൾ, അതേപോലുള്ള ഈ സ്ഥാപനങ്ങളിലൊക്കെ ഒട്ടനവധി, കുടുംബശ്രീ, ഇങ്ങനെയൊക്കെയുള്ള സർവീസ് സംഘടനകൾ, പിന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങള്, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ശൃംഖല ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ ശുദ്ധമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പാർട്ടി അംഗം രാജിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ചിലപ്പോൾ അവിടുത്തെ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സമിതിയിലെ ഡയറക്ടറായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ സംവിധാനം നിലനിർത്താനും ആ നിലവിലുള്ള സ്ഥാനം തുടരാനും, കാരണം ഇതൊക്കെ വളരെ ഗുണകരമായ തസ്തികകളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു ബംഗാളിലെ പോലെ അട്ടപ്പടലെ എടുത്തങ്ങോട്ട് മാറുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ പെട്ടെന്ന് സാധ്യമായെന്നിരിക്കത്തില്ല. അത് ഒരു നാച്ചുറൽ ഇതായിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ എത്രമാത്രം, അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞു, 81 വയസ്സായി. അപ്പൊ ഇനി അദ്ദേഹത്തിന് പഴയതുപോലെ രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച് ഒരു പുതിയ നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നമ്മൾ കാണേണ്ടിയിരുന്നത് ഒരു രണ്ടാം നിര നേതൃത്വം ആ പാർട്ടിയിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ രണ്ടാം നിരയും ഉണ്ടായിട്ടില്ല, മൂന്നാം നിരയും ഉണ്ടായിട്ടില്ല, ഒരു നിരയും ഉണ്ടാകാതെ എല്ലാം പിണറായി വിജയനിലേക്ക് ഒതുങ്ങുകയും ചെയ്തു.
അതെ. അപ്പൊ ഇനി ഇത് പ്രതിപക്ഷത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമോ? ഇരിക്കാൻ സാധ്യത കുറവാണ്. ഉം, ഉം. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒരു പ്രശ്നമാകും. അതോടൊപ്പം തന്നെ ഇനി 10 വർഷയുടെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇനി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുക, അതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അടുത്ത ഇപ്പൊ ഉദാഹരണത്തിന് 10 വർഷത്തെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിലേറെയായി, അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് ഈ പാർട്ടി പിണറായി വിജയന്റെ കയ്യിലാണ്. അതായത് VS അച്യുതാനന്ദനുമായിട്ടുള്ള ഒരു പോര് തുടങ്ങുന്നതിന്റെ തുടക്കം മുതൽ, കാരണം അതല്ലെങ്കിൽ ചടയൻ ഗോവിന്ദന്റെ മരണത്തിന് ശേഷം പിണറായി വിജയൻ ഈ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഈ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇപ്പൊ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പരുവപ്പെടുത്തിയ ഒരു പാർട്ടിയുടെ ആ സംസ്കാരമാണ് ആ 30 വയസ്സുള്ള നേതാവിന്റെ അല്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തകനെ നയിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് പിണറായി വിജയനിലേക്ക് കഴിഞ്ഞ 10-30 വർഷമായിട്ട് പാർട്ടി ഒതുങ്ങിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പാർട്ടിയുടേതായിട്ടൊരു സംവിധാനം അവിടെ നിർജീവമായി പോയി. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെതിരായിട്ട് പാർട്ടി സെക്രട്ടറിക്ക് മിണ്ടാൻ പറ്റില്ല. പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയന് താല്പര്യമുള്ള വ്യക്തിയായിരിക്കും ഇരിക്കുക. പിണറായി വിജയന്റെ തീരുമാനങ്ങളായിരിക്കും പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ. ഞാൻ സമയപരിമിതി ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് തമിഴ്നാട്ടിലേക്കും കൂടി ഒന്ന് പോകണ്ടേ. ഇപ്പൊ അസാമും പുതുച്ചേരിയും അവിടെ NDA തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതിയുണ്ട്. അപ്പൊ തമിഴ്നാടിനെ കുറിച്ചാണ് നമ്മൾ അതും കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ DMK ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്ത് TVKയും AIADMKയും പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എന്താണ് ഇപ്പൊ പ്രതീക്ഷിക്കേണ്ടത്? വിജയ് ഒരു നിർണായക ഘടകമായി മാറും അവസാനം? തമിഴ്നാട്ടില് ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ വിജയ് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാകില്ല എന്നുള്ളതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഒരു ധാരണ. പക്ഷെ എന്നാൽ വിജയ് അതല്ല. വിജയ് വലിയൊരു ഫാക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ ഈ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഈ ജൻസികളുടെ വോട്ടായിരിക്കും, ആൾക്കൂട്ടം വോട്ടായി മാറില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു തുടക്കം മുതലുണ്ടായിരുന്നത്. ഇപ്പോഴും അത് വലിയ മാറ്റം തുടരാം. എങ്കിൽ പോലും ഈ അവസാന നാളുകളിലൊക്കെ പല പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി, ഉദാഹരണത്തിന് പിണറായി റോയിയുടെയൊക്കെ അദ്ദേഹമൊക്കെ നേരിട്ടാണ് അവിടെ പല ആൾക്കാരും വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് കണ്ടത്. അപ്പൊ അവിടെ അദ്ദേഹം പല പ്രായത്തിലുള്ള ആൾക്കാരെയും കാണുമ്പോഴും പലരും ഈ പ്രായമുള്ള ആൾക്കാർ പോലും വിജയ്ക്ക് കൊടുക്കാനാണ്, വിജയ് വരട്ടെ എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് വിജയ് ഒരു ഫാക്ടറായിട്ട് മാറുന്നത് അവിടെ തമിഴ്നാട്ടില്. DMK ഈ പറഞ്ഞതുപോലെ സ്റ്റാലിന്റെ നേതൃത്വത്തില് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വോട്ടേഴ്സിനെ നേരിടുന്നത്. മറിച്ച് ഇത് AIADMK ഉദാഹരണത്തിന് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലാണ് അവിടെ. അതുപോലെ തന്നെ 10-11% വോട്ടുള്ള BJP ഇതിന്റെ കൂടെയാണ്. അതേപോലെ തന്നെ മറ്റേ അൻപുമണി രാംദാസ് അദ്ദേഹം പിന്നെ AIADMKയുടെ കൂടെയാണ്. അപ്പൊ AIADMKയ്ക്ക് ചെറിയൊരു അടിച്ചുള്ളതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വിജയ് മുഖ്യമായിട്ട് ഒരു ശത്രുവിനെ കണ്ടത്, അല്ലെങ്കിൽ DMK സർക്കാരിനെ മാറ്റുക എന്നുള്ളതാണ് വിജയ് മുഖ്യമായിട്ടും പ്രചാരണത്തിൽ ഉയർത്തി കാട്ടിയത്. DMK ആണ്, അതായത് സ്റ്റാലിന്റെ ദുർഭരണത്തെ അവസാനിപ്പിക്കാനായിട്ട് ഒരു അവതാര പുരുഷനായിട്ട് ഉള്ള രീതിയിലാണ് വിജയ് തമിഴ്നാട്ടിൽ ഈ പ്രധാനം നടത്തിയത്. അപ്പൊ വിജയ് ഇപ്പൊ ഒരു ഫാക്ടറായി വരുന്നു. പല മണ്ഡലത്തിലും വിജയ് എത്രമാത്രം ആരുടെ വോട്ടാണ് വിജയ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അത് DMKയുടെ വോട്ടായിരിക്കും കൂടുതൽ TVK ഭക്ഷിക്കുക എന്നുള്ളത് വേണം നമുക്കിപ്പോ മനസ്സിലാക്കാൻ. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് മിക്കവാറും DMK വളരെയധികം പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേ സമയത്ത് DMKക്ക് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അവരുടെ സംവിധാനം വളരെ ശക്തമാണ് താഴേക്കിടയിലും ഒക്കെ. അപ്പൊ അതിന് എത്രമാത്രം ഈ പറഞ്ഞതുപോലെ ഈ മാറ്റത്തെ അതിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ വിജയ് ഫാക്ടർ, അതോടൊപ്പം വിജയ് ഫാക്ടർ
ഒരു കാര്യം കൂടി, നമ്മുടെ കരുണാനിധി, ജയലളിത, ഇവരൊക്കെ ഒരു അറിയാം, MGR, അതൊക്കെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം. പക്ഷേ രജനീകാന്തിനും ഉം, കമൽഹാസനും അതിനെ തുടർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവര് പരാജയപ്പെട്ടെടുത്ത് വിജയ്ക്ക് ഉം. അവിടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും. അവിടെയാണ് വിജയുടെ ഏതാണ്ട് വിജയ് പിന്തുടർന്ന ഒരു പൊളിറ്റിക്കൽ എൻട്രിയുടെ മോഡൽ ഉണ്ട്. ആ പൊളിറ്റിക്കൽ എൻട്രി മോഡൽ എന്ന് പറയുന്നത് MGRന്റെ മോഡലാണ്. പൂർണ്ണമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഏഴൈ തോഴൻ എന്നുള്ള ഒരു ഇമേജിലേക്ക് MGR മാറുകയും അവിടുത്തെ ചെന്നൈയിൽ രക്ഷക്കാർക്ക് ഓവർകോട്ട് വാങ്ങിച്ചു കൊടുക്കുക, അതേപോലെ രക്ഷാക്കാരൻ സിനിമ, അതായത് ഈ സിനിമകളിലൂടെ താനൊരു പാവപ്പെട്ടവന്റെ രക്ഷകനാണെന്നുള്ള ഒരു പരിവേഷം സൃഷ്ടിച്ചെടുത്തിട്ടാണ് MGR ആ ഒരു ഇമേജിനെ അടിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഒരു പൊളിറ്റിക്സിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ വിജയും ചെയ്തൊരു പ്രക്രിയ 2006 മുതലുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഈ ഏറ്റവും ഒടുവിലത്തെ സിനിമയിൽ വരെ പുലർത്തിയിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ രക്ഷകനായി എത്തുന്ന ഒരു നായകന്റെ ഒരു പരിവേഷം സിനിമയിലൂടെ ജനങ്ങളിലേക്ക് അത്യാവശ്യത്തിന് എത്തിച്ചതിന് ശേഷമാണ് ഈ വിജയ് ഇപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയമായി അതിന് പരിചയമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്നത് പോലെ ഇതുവരെ മണ്ണിൽ ചവിട്ടിയിട്ടില്ല, ലോറിയുടെ മുകളിൽ നിൽക്കുകയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും 2006 മുതൽ ഇത്തരത്തിലൊരു പരിവേഷം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള സിനിമകളാണ് ബോധപൂർവം വിജയ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുന്നു, സിനിമ അവസാനിപ്പിക്കുന്നു, പറയുന്നു, രക്ഷകനായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോ അതുകൊണ്ടാണ് ഈ വിജയുടെ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഇപ്പൊ രജനീകാന്തിന്റെയും അതേപോലെ തന്നെ കമലഹാസന്റെയും ഒക്കെ പരീക്ഷണങ്ങൾ പരാജയപ്പെടാൻ സാധ്യത കുറവാണെന്ന് പറയുന്നു. അപ്പൊ ആ വിജയ് ഫാക്ടർ എന്നുള്ള സംഗതി ഇപ്പൊ എന്തായാലും ഈ തമിഴ്നാട് ഇലക്ഷനിൽ ഒരു നിർണായകമായ ഒരു ഘടകമാകും എന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് DMK വലിയൊരു പരുങ്ങൽ നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ചോദിച്ച ഒന്നുകൂടി, ഈ MGRന്റെയും ജയലളിതയുടെയൊക്കെ ഒരു സാധ്യത അത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് മുതലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി വരുന്ന കാലങ്ങളിൽ ഒരു അധികാര കേന്ദ്രങ്ങളിലേക്ക് വിജയ്ക്ക് കടന്നിരിക്കാൻ സാധിക്കുമോ സർ? അപ്പൊ ഈ MGRന്റെയും ജയലളിതയുടെയും കാലഘട്ടമല്ല ഇപ്പം. നമ്മൾ യുഗമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ യുഗമാറ്റത്തില് അന്നില്ലാതിരുന്ന ഒരു സംഗതി ഇപ്പം വളരെ പ്രസക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആശയങ്ങൾ പ്രചരിപ്പിക്കാം, നേരിട്ട് തന്നെ വിജയ്ക്ക് അണികളുമായിട്ട് അല്ലെ ഈ എന്താ പറയുക ഫോളോയിങ്ങുമായിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മാറ്റത്തിന് ഒരു യുഗമാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഈ യുഗമാറ്റവും അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളും അതുപോലെ ഈ വിജയ് ഇത്രയും നാള് ഈ നറേറ്റീവ്സ് പതുക്കെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതിന് വളരെ ഇമ്പാക്റ്റ് ആണ്. ഇപ്പൊ 2006 മുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഇമേജ് ഉണ്ട്, ഒരു രക്ഷകൻ എന്നുള്ളൊരു ഇമേജ്, ഒരു പൊളിറ്റിക്കൽ ബോധപൂർവമായിട്ടൊരു പൊളിറ്റിക്കൽ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ ഫാൻസിൽ ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു ചെയ്ത്. ഇങ്ങനെയുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഈ വേരുകളായിട്ട് മാറുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ബാക്കിയുള്ള ഈ ഇവിടെ കണ്ടില്ലേ ഒന്ന് വിസിലടിയും ബഹളവും അതൊക്കെ ആ ഒരു താരപരിവേഷവും ഒക്കെ സ്വാഭാവികമായിട്ട് ബാധിക്കുകയും അതേപോലെ തന്നെ വിജയുടെ ചില പറച്ചിലുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മള് എല്ലാം ശരിയാക്കി കളയും എന്നാണ് അദ്ദേഹം പറയുന്ന സംഗതി. അത് ആ നായകന്റെ സ്വഭാവത്തിലാണ്, ആ സിനിമയിലെ നായകന്റെ സ്വഭാവത്തിന്റെ അതേപോലെ വന്ന് ജനങ്ങളോട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വിജയ് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് പോവുകയും പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളും തമിഴ്നാട്ടില് പ്രതീക്ഷ ഇല്ലാതാക്കിയ രണ്ട് മുന്നണികളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ തമിഴ് കൾച്ചറിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയില് ഏറ്റവും കുറവ് ഒരുപക്ഷെങ്കിൽ ഈ സ്ത്രീ പീഡന കേസുകൾ ഒരുപക്ഷെ 0 ആയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. കാരണം തമിഴ്നാട്ടില് അവരുടെ സംസ്കാരം അതാണ്. ഇപ്പൊ എത്ര പ്രായമുള്ള വലിയ മനുഷ്യനാണെങ്കിലും ഒരു കൊച്ചു പെൺകുട്ടിയെ അമ്മ എന്നാണ് വിളിക്കുക. അപ്പോ അതേപോലെ തന്നെ അവരുടെ മഞ്ഞൾ ചരട്
പവിത്രത, ഇങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ ധൈര്യം കാണണം. ഈ നമ്മുടെ മലയാളി പെൺകുട്ടികളല്ല, തമിഴ്നാട്ടിലെ പെൺകുട്ടികളെ കണ്ട ഒരു സൈക്കിളൊക്കെ ഇട്ടത്ത് വെച്ച് അട്ടിച്ച് പറത്തി പോകുന്ന പോക്ക് കാണും. അതിനകത്ത് ആ ബോഡി ലാംഗ്വേജ് പോലും ആ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒരു ധൈര്യത്തിന്റെ ആ ഒരു ഉന്മേഷമൊക്കെ നമ്മൾ കാണാം. അതൊക്കെ കൾച്ചറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ കൾച്ചർ തമിഴ്നാട്ടിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഒരുപാട് ഇപ്പം അവിടുത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും കോയമ്പത്തൂരിലാണെങ്കിലും ഒരുപാട് റേപ്പ് കേസുകൾ ഉണ്ടായി. അപ്പൊ ഇത് ഒരെണ്ണം പോലും ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കുറവ് സ്ത്രീ പീഡന കേസുകൾ നിലനിൽക്കുന്ന സ്ഥലം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. പക്ഷെ ആ കൾച്ചർ തകർന്നു എന്നൊരു ബോധം ഇവർ തിരിച്ചറിയുകയാണ് ചെയ്തത്. അതായത് തങ്ങളുടെ പെൺകുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് അല്ലെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം അവിടെ വന്നിരിക്കുന്നു. മാത്രവുമല്ല, വ്യാപകമായ തോതിൽ മയക്കുമരുന്നും മദ്യവും DMK സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒഴുകുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെയാണ് ഈ DMKക്ക് എതിരെയുള്ള ഒരു ജനവികാരം തിരിയാനുള്ള ഒരു കാരണമായി വരുന്നത്. അപ്പൊ ഇത് അതുപോലെ തന്നെ ഇപ്പൊ AIADMKയുടെ ഭരണമാണെങ്കിൽ പോലും തമിഴ് ജനത അതിന്റെയും ദുരിതങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ആൾക്കാരെ അത്യാവശ്യം എന്താ പറയുക, ഈ എന്താണ് എന്നുള്ളൊരു ധാരണ അവരിൽ നിക്ഷേപിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്, തങ്ങൾ എന്താണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിൽ. അപ്പൊ അവിടെ നിന്നാണ് ഈ തമിഴ് ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഈ വിജയ് വരട്ടെ എന്ന് പ്രായമായവർ പോലും പറയുന്നതിന്റെ ഒരു കാരണം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് വിജയ് ഫാക്ടറിനെ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വിജയ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല, വളരെ പ്ലാൻഡ് ആയിട്ടാണ് അയാൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിജയിയെ നമുക്ക് ഭാവിയിലും ഒരു അധികാരത്തിന്റെ സ്ഥാനത്തേക്ക് വരില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നു. ശരി, നന്ദി. താങ്ക് യു.